പണിമുടക്ക് ദിവസം സ്കൂളിലെത്തിയ അധ്യാപകർ ഭക്ഷണം പാചകം ചെയ്തെന്ന് പരാതി. തിരുവനന്തപുരം കാട്ടാക്കട പ്ലാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് ആരോപണം. സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഭക്ഷണം പാചകം ചെയ്തതെന്നാണ് അധ്യാപകരുടെ വിശദീകരണം. ഹാൻസ് ജോണോട് തിരുവനന്തപുരത്ത്. ഹാൻസ്, എന്താണ് ഈ സംഭവം? അരുണ്യ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കാട്ടാക്കട പ്ലാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പണിമുടക്കാണെങ്കിലും 27 അധ്യാപകർ ഇന്ന് സ്കൂളിലെത്തിയിരുന്നു. പക്ഷേ കുട്ടികളാരും തന്നെ എത്തിയിരുന്നില്ല. ഇതിനിടയിൽ വെച്ച് സമരാനുകൂലികൾ ഈ സ്കൂളിലേക്ക് എത്തുകയും സംശയം തോന്നി. സ്കൂളിൻ്റെ ഗേറ്റ് അകത്തു നിന്ന് അടച്ചിരിക്കുന്നതായിട്ടാണ് സമരാനുകൂലികൾ പറയുന്നത്. ഇതിൽ സംശയം തോന്നി സ്കൂളിൻ്റെ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അധ്യാപകരെല്ലാവരും തന്നെ ഈ ഭക്ഷണമുണ്ടാകുന്ന പാചകപ്പുരയിൽ നിൽക്കുന്നതായി കണ്ടതും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇലയപ്പവും പയറിൻ്റെ വിഭവങ്ങളെല്ലാം ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുന്നതുമായി സമരാനുകൂലികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും എന്തിനാണ് വിദ്യാർത്ഥികളില്ലാത്ത സ്കൂളിൽ എന്തിനാണ് ഇത്തരത്തിൽ ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാക്കിയതെന്നും ചോദിച്ച് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നൽകാനായാണ് ഭക്ഷണം പാചകം ചെയ്തതെന്നാണ് അധ്യാപകർ നൽകുന്ന വിശദീകരണം. പിന്നീട് സമരാനുകൂലികൾ അവിടെ തന്നെ നിൽക്കുകയും ഒപ്പിട്ട സ്ഥിതിക്ക് അധ്യാപകർ ആരും 5 മണി വരെ പുറത്ത് പോകണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. നിലവിൽ അധ്യാപകർ സ്കൂളിലാണുള്ളത്. ഒപ്പം പോലീസ് സംരക്ഷണയിലാണ് അവർ. എന്തായാലും 5 മണിക്ക് ശേഷം അവരെ പുറത്തേക്ക് വിടാം എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അരുണ്യ. ശരി, ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകി.